വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന വചനമാണ്. ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണിതിൽ. അതോടൊപ്പം നമ്മളെയും പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യൻ ചോദിച്ചു, കർത്താവേ, ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ഈശോ പറഞ്ഞു 70 പ്രാവശ്യം. അതിൻ്റെ അർത്ഥം എന്താ? മരണം വരെ ക്ഷമിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ചില കുറച്ച് കാര്യമൊക്കെ ക്ഷമിക്കും, കുറച്ച് നാളൊക്കെ ക്ഷമിക്കും, അതെയും പറയാൻ പറ്റില്ല. ഈശോ പഠിപ്പിക്കുന്നത് മരണം വരെ, ഏത് കാര്യത്തിലും, എപ്പോഴും, എന്തിലും. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 6-ാം അധ്യായം 14 മുതലുള്ള തിരുവചനം, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കില്ല. വേറെ ആരും പഠിപ്പിക്കുന്നതല്ല, വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ്, ഈശോ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. കാരണം അത് നീതിയാണ്. ക്ഷമിക്കാതെ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം അശുദ്ധമായിരിക്കും. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം കുറയും. ചിലരൊക്കെ പറയാറുണ്ട്, ഇത്ര വർഷമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, നീണ്ട നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് ഫലമില്ല, കാര്യം നടക്കുന്നില്ല. പലരും പ്രാർത്ഥിക്കും, ഒത്തിരി പ്രാർത്ഥിക്കും, ഉപവാസം എടുത്തൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ ഈശോ പറഞ്ഞ ക്ഷമയുടെ മേഖല നടക്കില്ല. നടക്കാതെയായിരിക്കും പ്രാർത്ഥിക്കുക. കാര്യം നടക്കണം. ഈ അടുത്ത നാളിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടി കോടതിയിൽ നിന്ന് തിരക്കിട്ട് ഇറങ്ങി ഓടി ഉച്ച നേരത്ത് വെട്ടി വേർത്ത് ഭക്ഷണം പോലും കഴിക്കാതെ എൻ്റെ അടുത്ത് വന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞു വന്നപ്പോൾ വീട്ടുകാർക്കെതിരെ കേസ് കൊടുത്തിരിക്കുക, കേസ്. അപ്പം ഞാൻ ചോദിച്ചു, എന്നിട്ട് കടവും കടത്തിൻ്റെ കടബാധ്യതകൾ എല്ലാം ഇങ്ങനെ താഴോട്ട് അവരുടെ ജീവിതത്തിൽ ഒരു ഗതി പിടിക്കുന്നില്ല, കുറേ വിഷമങ്ങളാണ് എന്നോട് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, സഹോദര, ഈ കേസെല്ലാം കൊടുത്ത് ഇങ്ങനെ കാശ് ചിലവഴുത് പോയാൽ പിന്നെ എങ്ങനെയാണ് കടം വരാതിരിക്കുന്നത്? ഈ കേസുകളൊന്ന് പിൻവലിച്ചുകൂടെ? എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചുകൂടെ? അപ്പോൾ കേസ് പിൻവലിച്ചാൽ എനിക്ക് കിട്ടേണ്ട സംഗതികളൊന്നും കിട്ടില്ല. കേസ് പിൻവലിച്ചിട്ടുള്ള കാര്യമില്ല. കേസ് പിൻവലിക്കാതെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ഇങ്ങനെയാണ്, ചെറിയ കാര്യത്തിന് പോലും കേസും കോടതിയും കാര്യങ്ങളും. ക്ഷമിക്കാൻ പറ്റില്ല, ക്ഷമിച്ചാൽ തീർന്നു. അതും സ്വന്തം സഹോദരങ്ങൾക്കെതിരെയായി കേസ് പോണത്. കർത്താവിൻ്റെ വചനം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 14-ാം അധ്യായം 8-ാം തിരുവചനം അങ്ങനെ പറയാം, യെശയ്യാ നിങ്ങളെക്കുറിച്ച് ശരിയായി തന്നെ വിധിച്ചിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു, ഈ ജനം അധരം കൊണ്ട് എന്നെ സ്നേഹിക്കുന്നു, ആത്മാവ് എന്നിൽ നിന്ന് വളരെ വിദൂരത്താണ്. അപ്പോൾ ആത്മാവില്ലാതെ അധരം കൊണ്ട് മാത്രം സ്നേഹിക്കുന്നു. ക്ഷമിക്കാതെ വരുമ്പോൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ, പ്രാർത്ഥിക്കാൻ പറ്റില്ല. അധരം കൊണ്ട് സ്നേഹിക്കാം ദൈവത്തെ, അധരം കൊണ്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ ഹൃദയമാണ് പ്രധാനമായിട്ട് വേണ്ടത്. പലരും വളരെ വാചാലകമായിട്ട് പ്രാർത്ഥിക്കും, വാചാലമായിട്ട് ശുശ്രൂഷ ചെയ്യും. പക്ഷേ വർഷങ്ങളായി ക്ഷമ നടക്കാത്ത കാര്യങ്ങളുണ്ട്. ഞാൻ അടുത്തറിയുന്ന ഒരു സഹോദരി ഭർത്താവിനോട് വേറിട്ട് നിന്നിട്ട് വർഷങ്ങളായി. അവരോട് ക്ഷമിക്കാൻ പറ്റില്ല, പക്ഷേ ഒരിടത്ത് ശുശ്രൂഷ ചെയ്യുക. ആ ശുശ്രൂഷയ്ക്ക് എന്തുമാത്രം ഫലമുണ്ടെന്ന് അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല. ഭർത്താവിനോട് ക്ഷമിക്കാൻ പറ്റില്ല, വേറിട്ട് താമസിക്കണം. ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ട്, അവരോട് പല കാര്യത്തിൽ അനുരഞ്ജനപ്പെടാൻ പറ്റാത്തത് കൊണ്ട് വേറിട്ട് പോകുന്നു. ഏറ്റവും വലിയതാണ് വിശുദ്ധ കുർബാന. നമ്മുടെ വിശുദ്ധ കുർബാന പോലും യോഗ്യതയില്ലാതെ പോകും. കാരണം ബലിപീഠത്തിലേക്ക് വരുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന വലിയൊരു കണ്ടീഷൻ, വലിയൊരു കാര്യം,
നീ ബലിപീഠത്തിലേക്ക് ചെല്ലുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിഷമമുണ്ടെന്ന് തോന്നിയാൽ, എനിക്കുണ്ടെന്ന് തോന്നിയാലല്ല, സഹോദരനുണ്ടെന്ന് വഴി വെച്ച് തോന്നിയാൽ, ബലിവസ്തു അവിടെ വെച്ചിട്ട് സഹോദരനുമായി രമ്യതപ്പെട്ടിട്ട് ബലിയർപ്പിക്കാൻ കയറി വരണം. ക്ഷമയുടെ അല്ലെങ്കിൽ രമ്യതയുടെ വലിയ പാഠം പഠിപ്പിക്കുക ഈശോ. കാരണം ബലി പൂർണ്ണമാകണമെങ്കിൽ ഈശോ ബലിയർപ്പിച്ചത് അങ്ങനെയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, പിതാവേ, കുരിശിലേറ്റിയവരോടാണ് ക്ഷമിക്കാൻ പറഞ്ഞത്. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികൽ ഇവരോട് ക്ഷമിക്കണേ. കുരിശിലേറ്റി നിർത്തി സഹനത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴും ഈശോ പറഞ്ഞ ഒരു വചനം മാത്രമേ നമുക്കും പറയാനുള്ളൂ. പിതാവേ, ഇവർ പറയുന്നത് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നീ ഇവരോട് ക്ഷമിക്കണേ. നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്കിങ്ങനെ പറയാം, ഈശോയുടെ വചനം പറയാം, ഈശോയുടെ കുരിശിലെ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഇവരോട് ക്ഷമിക്കണേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല, പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല. അറിവുണ്ടെങ്കിൽ ഇവർ ഒരിക്കലും ചെയ്യില്ല, അങ്ങനെ വേദനിപ്പിക്കില്ല, അങ്ങനെ അകറ്റപ്പെടില്ല, അങ്ങനെ ഒറ്റപ്പെടുത്തില്ല, അവനെ അങ്ങനെ അവഹേളിക്കില്ല. കാരണം അറിയില്ല അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച്, ആളുടെ വേദനയെക്കുറിച്ച്. അതുകൊണ്ട് ഈശോ പറയണ, നീ പോയി രമ്യതപ്പെട്ടിട്ട് വാ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇന്ന് നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നാളെ നമ്മളൊരു വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് സന്ധ്യയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ആത്മശോധന ചെയ്യണം. ഞാൻ എൻ്റെ സഹോദരനോട്, ജീവിത പങ്കാളിയോട്, മക്കളോട്, എൻ്റെ കൂടപ്പിറപ്പുകളോട്, നാട്ടുകാരോട്, പ്രവർത്തന മേഖലയിലുള്ളവരോട് പരിപൂർണമായി ക്ഷമിച്ചിട്ടാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഫലം ഉറപ്പാണ്. പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഫലം തരും. ഈശോ പറഞ്ഞില്ലേ, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കും. ചേട്ടനോടും അനിയനോടും അപ്പനോടും അമ്മോടൊക്കെ വഴക്കിട്ടിട്ട് നാളുകൾ സംസാരിക്കാതിരുന്നിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോകും, വിശുദ്ധ കുർബാന സ്വീകരിക്കും. ഈ അപ്പം മരണത്തിനും രോഗത്തിനും സഹനത്തിനും കാരണമാകും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 58-ാമത്തെ വചനവും, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്കെതിരെ 1-ാം ലേഖനം 11-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുവചനവും. ഈ വിശുദ്ധ കുർബാന അയോഗ്യതയോടെ സ്വീകരിക്കുമ്പോൾ, ഈ അപ്പം അയോഗ്യമായി ഞാൻ ഉൾക്കൊള്ളുമ്പോൾ, ക്ഷമ നടക്കാതെ, ക്ഷമ കൊടുക്കാതെ ഉൾക്കൊള്ളുമ്പോൾ, ഞാൻ രോഗത്തിലേക്കും സഹനത്തിലേക്കും മരണത്തിലേക്കും, എൻ്റെ ആത്മീയ മരണത്തിലേക്കാണ് ഞാൻ പോകുന്നത്. 80 വയസ്സ് കഴിഞ്ഞ ഒരമ്മച്ചിയെ നടക്കാൻ പറ്റാഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയി കോടതിയിലിരുത്തി. മകൻ കൊടുത്ത കേസിന് വേണ്ടി വാദിക്കാൻ നേരത്ത് അമ്മ ചെല്ലണമായിരുന്നു. ഈ സഹോദരിയുടെ, ഈ അമ്മയുടെ മകളാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് നടക്കാൻ പാടില്ല സിസ്റ്ററെ, അമ്മയെ എടുത്തുകൊണ്ട് പോയി ഞാൻ കോടതിയിലിരുത്തിയത് ആങ്ങള കൊടുത്ത കേസിന്. ഇങ്ങനെയാണ് പോകുന്ന ഇന്ന് നമ്മുടെ ബന്ധങ്ങളൊക്കെ. അല്പസ്വല്പ കാര്യങ്ങൾക്ക് വേണ്ടി, 1 സെൻറ്റ് ഭൂമിക്ക് വേണ്ടി, 1000 രൂപയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു സ്ഥാനമാനത്തിന് വേണ്ടി ഒക്കെ നമ്മുടെ ബന്ധങ്ങൾ ഒരുപാട് മുറിയുന്നു. യേശുവിൻ്റെ വചനവും യേശുവിൻ്റെ പ്രാർത്ഥന, നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഫലമൊക്കെ അനുഭവിക്കാൻ പറ്റാതെ പോകുന്നു. ഇവിടെ വരെ ഇതുപോലെ സ്വർഗസ്ഥനായ പിതാവ് പറഞ്ഞ വചനം അക്ഷരാർത്ഥത്തിൽ പഠിപ്പിച്ച പ്രാർത്ഥന അക്ഷരാർത്ഥത്തിൽ ജീവിക്കുന്ന കുറച്ച് പേരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ പുണ്യത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പലപ്പോഴും അവരുടെ ഈ വിശുദ്ധിയിൽ നിന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും ജീവിച്ചു പോകുന്നത്. പക്ഷേ ഇത് വളരെ ചുരുക്കം പേരാണ്, ന്യൂനപക്ഷമാണ്. എന്നാൽ ഭൂരിപക്ഷം പേർക്കും ക്ഷമിക്കാൻ, മറക്കാൻ, പൊറുക്കാൻ കഴിയില്ലാതെ നിസ്സാര കാര്യത്തിന് പോലും അപ്പനെയും അമ്മേനെയും ഉപേക്ഷിക്കുന്നു. കഞ്ഞി കൊടുക്കാതെ അപ്പനും അമ്മയ്ക്കും, അവിടെ കാര്യങ്ങൾ നോക്കാതെ അപ്പനും അമ്മേനെ ഇടുക, പ്രായാധിക്യത്തിലും. കാരണം അപ്പനോ അമ്മയോ പറഞ്ഞ ഒരു വാക്ക് അല്ലെങ്കിൽ ചെയ്ത ഒരു കാര്യം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആ ബന്ധങ്ങൾ ഉപേക്ഷിച്ച് മുറിച്ച് കളയുന്ന അവസ്ഥ. വചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു, ക്ഷമിക്കാൻ പറ്റാത്തത് അഹങ്കാരമോ, എളിമയുള്ളവർക്കേ ക്ഷമിക്കാൻ പറ്റുള്ളൂ. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 18-ാം തിരുവചനം ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധംപതനത്തിൻ്റെയും. നാശവും അധംപതനവും ഈ അഹങ്കാരത്തിലൂടെ കുടുംബത്തിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും വിളിച്ചു വരുത്തുക.
ക്ഷമിക്കാതിരിക്കുന്നതിൻ്റെ കുറവുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല ഈ ക്ഷമിക്കാത്ത വ്യക്തി. കുടുംബത്തിൽ പലർക്കും പലതരത്തിലുള്ള കുറവുകൾ സംഭവിച്ച് ഇവർ പിന്നീട് നികത്താൻ പറ്റാതാവുമ്പോൾ അന്വേഷിച്ചു പോകും. നമുക്കറിയാം വർഷങ്ങൾ ജയിലിൽ കിടന്ന ബെനഡിക്റ്റ് അച്ഛൻ്റെ കാര്യം. ഇതുപോലെ ഒട്ടേറെ വ്യക്തികൾ നമ്മുടെ നാട്ടിൽ നമ്മളോട് ചുറ്റുവട്ടത്തിലുമൊക്കെ ഉണ്ട്. കാരണം അച്ഛൻ ക്ഷമിച്ചതുകൊണ്ട് അവസാനം അച്ഛൻ്റെ ക്ഷമയുടെ ഫലമായിട്ടാണ് മരിക്കുന്നതിന് മുൻപ് ആ സത്യാവസ്ഥകൾ പുറത്തു വരാൻ ദൈവം ഇടം കൊടുക്കുന്നത്. ഇതുപോലെ ഒത്തിരിയേറെ മറ്റുള്ളവരുടെ പ്രവർത്തി കൊണ്ട് വേദനിക്കുന്ന വ്യക്തികൾ ഈ ലോകത്ത് ക്ഷമ കൊടുത്തിട്ട് സ്വർഗത്തിൻ്റെ കൃപ ലോകത്തിലേക്ക്, കുടുംബത്തിലേക്ക്, മക്കളിലേക്ക്, മാതാപിതാക്കളിലേക്കൊക്കെ ഒഴുക്കിയിറക്കുന്ന ചാനലുകളായി, ദൈവസ്നേഹത്തിൻ്റെ ദൈവകൃപയുടെ ചാനലുകളാണ് ക്ഷമ കൊടുക്കുന്നവർ, ഈ ഭൂമിയിൽ ക്ഷമിക്കുന്നവർ. കാരണം അവർ ചെയ്യുന്നത് ഈശോ ചെയ്ത പ്രവർത്തിയാണ്. ഈശോ പറഞ്ഞ് പഠിപ്പിച്ച വാക്കുകൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കുക. അക്ഷരാർത്ഥത്തിൽ സ്വർഗം സ്വന്തമാക്കാൻ ഇതാവശ്യമാണ്. 25 വർഷമായി ഞാൻ വേറൊരു ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ ചെന്ന അവസരത്തിൽ 25 വർഷമായി ഒരു വഴിപ്പണക്കത്തിന് പരസ്പര അയൽവാസികൾ രണ്ടും തമ്മിൽ സംസാരിക്കാതിരിക്കുന്നു, കേസ് കൊടുത്തിട്ട്. ഞാൻ ചെല്ലുമ്പോഴും അവർ കേസിൽ തന്നെയാണ്, ക്രിമിനലായ കേസുകൾ. ഒരു വീട്ടിൽ ജനിച്ച മക്കളെല്ലാം മന്ദബുദ്ധി മാനസിക രോഗികൾ, 2-3 മക്കളും. മറ്റേ വീട്ടിൽ മക്കളില്ല, 1-2 കെട്ടിച്ചു കൊടുത്ത വിവാഹം കഴിച്ചു വന്ന 2 ആൺമക്കൾക്കും പെൺമക്കൾക്കും മക്കളില്ല. അപ്പോൾ ഇതിനു വേണ്ടി ഇവർ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ആ കാര്യമൊക്കെ നിവർത്തിതമായി കിട്ടണം. പക്ഷേ ക്ഷമ കൊടുത്തിട്ടില്ല. 25 വർഷമായി ദൈവത്തിൽ നിന്നും അവരുടെ കുടുംബത്തിലേക്കും വ്യക്തിജീവിതത്തിലേക്കും ശരീരത്തിലേക്കും മനസ്സിലേക്കും ആത്മാവിലേക്കും ഒഴുകേണ്ട ദൈവകൃപയെ ഡാമിൽ വെള്ളം കെട്ടിവയ്ക്കുന്നത് പോലെ കൃപ കെട്ടിവയ്ക്കുന്ന ഒന്നാണ് ക്ഷമിക്കാത്തതും ക്ഷമ കൊടുക്കാത്തതും. സ്വർഗം സ്വന്തമാക്കാൻ വചനം പറയുന്ന 4 കാര്യങ്ങൾ ഇതാണ്. 1, ശത്രുവിനെ സ്നേഹിക്കണം. നിനക്ക് ശത്രുതയായി ശത്രുവാണെന്ന് തോന്നുന്ന വ്യക്തിയെ അറിഞ്ഞോ അറിയാതെയോ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ആ ശത്രുത അവസാനിക്കാനുള്ള ഒരു മരുന്നാണ് പറയണത് ഈശോ, ഒരൊറ്റമൂലി. പക്ഷെ നമ്മൾ പകരം എന്ത് ചെയ്യും? എൻ്റെ ശത്രുവാണെന്ന് കണ്ട, എനിക്കെതിരെ പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു എന്ന് കണ്ട പിന്നെ ആ വശത്തേക്കില്ല, അവർക്ക് വേണ്ടി അവരെ സ്നേഹിക്കില്ല, അവരോടെല്ലാം അവോയ്ഡ് ചെയ്ത് ഒക്കെ ഒഴിവാക്കി കളയുന്ന കാര്യം. ഈശോ നേരെ മറിച്ച പറയണം, നീ അവരോട് സ്നേഹിക്കണം, മറ്റാരോട് സ്നേഹിച്ചില്ലേലും. രണ്ടാമത്തെ കാര്യം, ദേഷിക്കുന്നവർക്ക് നന്മ ചെയ്യണം. ചെറുതോ വലുതുമായ നന്മകൾ ചെയ്തുകൊണ്ടാണ് ഇവർ നമ്മളെ ദേഷിക്കുന്നതിനെ പരിഹാരം ചെയ്ത് വീട്ടുന്നത്. അപ്പോൾ അവർ രക്ഷപ്പെടും, നമ്മൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ അവരും രക്ഷപ്പെടില്ല, നമ്മൾ രക്ഷപ്പെടില്ല. അപ്പോൾ ആര് നമ്മളെ ദേഷിക്കുന്നു എന്ന് തോന്നുന്നോ അവർക്ക് അറിഞ്ഞും അറിയാതെ ചെറുതും വലുതുമായ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക. പരിഹാരമാർഗ റിപ്പറേഷൻ. മൂന്നാമത്തെ കാര്യം, ശപിക്കുന്നവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ ശപിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് നന്മ ആഗ്രഹിക്കുന്നില്ല, നാശം ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്ന വ്യക്തിയെ നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹ വ്യക്തിയിലേക്ക് വരുമ്പോൾ ഈ ശപിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ തിന്മ ആഗ്രഹിക്കുന്ന സ്വഭാവം അവരിൽ നിന്ന് ക്രമേണ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വിട്ട് പോയിക്കൊണ്ടിരിക്കും. മറ്റൊന്ന്, അധിക്ഷേപിക്കുന്നവർക്ക് പ്രാർത്ഥിക്കണം. ഇവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥന ഫലമാകാത്തത് കൊണ്ടോ ആയിരിക്കാം ഇവർ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക മറ്റുള്ളവരെ. ചില നിരന്തരം അങ്ങനെ മറ്റുള്ളവരെ നിന്ദിച്ച് അധിക്ഷേപ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ. നല്ല കാര്യങ്ങളൊന്നും പലതും അവരുടെ വായിൽ നിന്നും വരില്ല. ഇവർക്ക് ഒറ്റ മരുന്ന് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ ഈ സ്വഭാവ ദൂഷ്യം അവർക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇവരും പ്രാർത്ഥിക്കുന്നവരായി മാറും. ഈശോ അതാ ആഗ്രഹിക്കണേ. മറ്റൊരു കാര്യം, ഒരു ചെകിടത്തടിച്ചാൽ മറ്റേ പ്രവൃത്തിയിലേക്ക് വരുക. ഈ കാര്യം വാക്കുകളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് വരുന്നു. ഒരു ചെകിടത്തടിച്ചാൽ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുക. ഒരു ചെകിടത്തടിച്ചാൽ പഴയ നിയമം പറയണം, മറ്റേ ചെകിടത്തും കൂടി അടിക്കുക. പുതിയ നിയമം പറയുന്നു, ഒന്നടിച്ചാൽ നീ മറ്റേത് കൂടി കാണിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ അത്രയും ക്ഷമ നടക്കണം. മേലങ്കി ചോദിക്കുന്നവന് കുപ്പായം കൂടി എടുത്തു കൊടുക്കുക.
അപ്പോൾ ഉടുപ്പോ എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നവന് ഒന്നിൽ കൂടുതൽ കൊടുക്കുക. യേശുവിൻ്റെ പഠനം ഇതാ. പലപ്പോഴും നമ്മൾ ഇത് ബുദ്ധിമുട്ടാണ്, പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യാൻ സാധിക്കാതെ പോകുന്നു. ഇതിനൊക്കെ കാരണം ഇതാ. സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നതിൽ നിന്നും പെരുമാറുന്നതിൽ നിന്നും പ്രവർത്തിക്കുന്നതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ഈശോൻ്റെ പഠനങ്ങൾ. ഈശോ പ്രവർത്തിച്ചതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇത് അനുകരിക്കാനാണ് എൻ്റെയും വിളി. അപ്പോൾ ഇങ്ങനെ നിരന്തരം ക്ഷമിക്കാതിരിക്കുന്ന വ്യക്തി, ക്ഷമ കൊടുക്കാതിരിക്കുന്ന വ്യക്തി പാപാവസ്ഥയിലാണ്, തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. പാപത്തിൻ്റെ വേതനം മരണ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6:23. പാപത്തിനൊരു പരിണിത ഫലമുണ്ട്, അതിൻ്റെ വേതനം മരണ. മരിക്കുക എന്ന് പറയുമ്പോൾ ആത്മീയ മരണത്തെയാണ് വചനം സൂചിപ്പിക്കുക. ശാരീരിക മരണത്തേക്കാൾ ഉപരി ആത്മീയ മരണത്തെ. കൊളോസ്യർക്ക് ഇത് ലേഖനം 3:25 തിരുവചനം. തെറ്റ് ചെയ്യുന്നവന് ശിക്ഷ തന്നെ ലഭിക്കും, അക്കാര്യത്തിൽ മുഖംനോട്ടമില്ല. പുതിയ ശാസ്ത്രങ്ങളോ പുതിയ തത്വങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റിനെ വളരെ ലഘൂകരിച്ചും തെറ്റിനൊരു പരിണിത ഫലമില്ലാത്തതുപോലെ പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ചിലത് കാര്യങ്ങൾ നമ്മൾ കേൾക്കാനിടയാവും എവിടെയെങ്കിലുമൊക്കെ. പക്ഷെ തിരുവചനം നമ്മളോട് ഇങ്ങനെയാണ് പറയുക, തെറ്റ് ചെയ്താൽ എന്താണേലും ആ ശിക്ഷ ഒരു കർമ്മഫലം. കർത്താവ് കാരുണ്യവാന, അതുകൊണ്ട് എന്നും കരുണ ലഭിക്കും. ശരിയാ, ഈ ലോകത്തിൽ യേശുവിൻ്റെ കരുണ എന്നും ലഭിക്കും. അതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കണം. എത്ര തെറ്റ് ചെയ്തിട്ട് യേശുവിൻ്റെ കരുണയിൽ ജീവിച്ചിരിക്കുന്നു. പക്ഷേ ഈ ലോകം കഴിഞ്ഞു കഴിഞ്ഞാൽ വിധിയാളനാ, വളരെ വ്യക്തമായിട്ട് ഈശോ പറഞ്ഞിട്ടുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം വായിക്കുമ്പോഴും നിത്യജീവനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ഈശോയുടെ രണ്ടാം വരവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും വചനം നമ്മളെ പഠിപ്പിക്കുന്നതുമെല്ലാം ഈ ലോകത്തിനായിരിക്കുമ്പോൾ മുഴുവൻ യേശുവിൻ്റെ കരുണയാണ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ വ്യക്തിയുടെ മേലും. എത്തോണ്ടാണ് എത്ര പാപികളും ജീവിച്ചിരിക്കുന്നത്. എത്ര പാപികൾക്ക് ഒരു അവസരം കൊടുക്കുക ഈശോ തിരിച്ചു വരാൻ. പക്ഷേ ഈ ലോകം വിട്ടു കഴിഞ്ഞാൽ മരണാന്തര ജീവിതത്തിൽ ഈശോ വിധിയാളനാണ്. അതുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നവന് ആ കർമ്മഫലം ശിക്ഷ അനുഭവിക്കുക. അക്കാര്യത്തിൽ മുഖംനോട്ടമില്ല. വിധിയുടെ സമയത്ത് വിധിയാളനായി വരുമ്പോൾ ആരുടെയും മുഖം നോക്കില്ല. അത് സിസ്റ്ററാണെന്ന് പറഞ്ഞ് എൻ്റെ മുഖം നോക്കിയല്ല ഈശോ വിധിക്കുന്നത്. ഞാൻ ചെയ്ത നന്മ പ്രവർത്തികൾ, വിശുദ്ധ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ കരുണ എനിക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് ഞാൻ ഈ നന്മയിലേക്ക് ഈശോയുടെ പഠനങ്ങളിലേക്ക് പഠനം പ്രാവർത്തികമാക്കി ഈശോയിലേക്ക് ഞാൻ നോക്കണം, ഈശോയെ അനുഗമിക്കണം. 1 യോഹന്നാൻ 3:14-15 പറയുന്നു, സഹോദര സ്നേഹം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നമ്മളെ കൊണ്ടുവരും. അപ്പോൾ നമ്മളൊരു പാപം തിന്മ ചെയ്തെങ്കിൽ അത് പകരം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മോചനം നേടുന്നത് സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ്. പാപത്തിൽ മരണത്തിലാണെങ്കിൽ സഹോദരനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ജീവനിലേക്ക് കടന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ ജീവനിലേക്ക് എത്തുന്നു, നമ്മെ എത്തിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ എൻ്റെ ജീവിതത്തിൽ മരണം, പാപാവസ്ഥ സംഭവിച്ചുവെങ്കിൽ ഞാൻ സ്നേഹിച്ച് ആ കടം വീട്ടുക. പാപത്തിൽ നിന്ന് ജീവനിലേക്ക്, മരണത്തിലേക്ക്, വിശുദ്ധിയിലേക്കാണ് കടന്നു വരുന്നത്. സ്നേഹിക്കാത്തവൻ മരണത്തെ തന്നെ ആയിരിക്കുന്നു. വചനം അങ്ങനെ പറയണം. സ്നേഹിക്കുന്നില്ലേ, മരണം തന്നെയാണ് അവൻ്റെ മുമ്പിൽ. അതുകൊണ്ട് ക്ഷമിക്കുക, ക്ഷമ കൊടുക്കുക, ദൈവികമായതാണ്. 1 യോഹന്നാൻ 3:15 പറയും, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകത്തിന് തുല്യമായ പാപമാണ് വെറുപ്പ്, വിദ്വേഷം. ക്ഷമിക്കാതിരിക്കുക, ക്ഷമ കൊടുക്കാതിരിക്കുക. ഇന്ന് പലരും രോഗികളായി മാറിയിരിക്കുന്നത് നമ്മുടെ ഈ ശരീരത്തിൻ്റെ റിതം തന്നെ, ബ്ലഡ് സർക്കുലേഷൻ തന്നെ ചിലർക്കൊക്കെ ബ്ലോക്ക് ചെയ്യാൻ കാരണം ഭയങ്കര ടെൻഷൻ, മറ്റുള്ളവരോടുള്ള അരിശം, ദേഷ്യം, വാശി, വൈരാഗ്യം, വഴക്ക്, കേസ്, ഇതിവരിങ്ങനെ ടൈറ്റാക്കുക. അപ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ പിടിക്കും. അതുകൊണ്ട് ക്ഷമ നടക്കും, വലിയ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട് ക്ഷമ നടക്കുമ്പോൾ. ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ പലപ്പോഴും വലിയ അത്ഭുതങ്ങൾക്ക് നിദാനം വലിയ ക്ഷമ നടക്കുമ്പോഴാണ്. ആത്മാവിലീ ക്ഷമ, മനസ്സിലീ ക്ഷമ നടക്കുമ്പോൾ, ആത്മാവിലീ കൃപ ഒഴുകുമ്പോൾ ശരീരത്തിലെ രോഗപീഠകൾ വിട്ടുപോകുന്നു. അതുകൊണ്ട് കൊലപാതകയിൽ നിത്യജീവൻ ഉണ്ടാകില്ല. അതുകൊണ്ട് വെറുപ്പിലൂടെ, വിദ്വേഷത്തിലൂടെ വരുന്ന കൊലപാതകത്തിന് തുല്യമായ ഈ നിത്യജീവൻ നഷ്ടപ്പെടുന്നത് നമ്മൾ വെറുപ്പ് മാറ്റി, വിദ്വേഷം മാറ്റി നിത്യജീവനിലേക്ക് വരുന്നത്. സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിൽ, അന്ധകാരത്തിൽ, ഒന്നും കാണാൻ പറ്റില്ല, ഒരു നന്മയും പിന്നെ അവനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. എല്ലാം അന്ധമായി പോകുന്ന അവസ്ഥ. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കുന്ന ഒരു കണ്ടീഷനാണ്. 1 യോഹന്നാൻ 4:21.
നീ ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് പറയുമോ? വിശ്വാസമുണ്ടെന്ന് പറയുമോ? പ്രാർത്ഥനയുണ്ടെന്ന് പറയുമോ? ഓക്കെ, സഹോദരനെ സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനം, ദൈവം മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉതിരുന്നത് കേൾക്കുന്നവനുമാണ്. നമ്മളോർക്ക് ഇതൊന്നും ആരും അറിയുന്നില്ല. ഇതൊക്കെ എനിക്ക് ഇങ്ങനെയാകാം, കുഴപ്പമൊന്നുമില്ലെന്നേ. മനസ്സിൻ്റെ സൂക്ഷ്മത നിരീക്ഷിക്കുന്നവനാണ് ദൈവം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഞാൻ ക്ഷമിച്ചുവെന്ന് പറഞ്ഞാലും അത് വേഗം ദൈവം കാണുന്നത് കൊണ്ട് എന്നിൽ നിന്ന് മാറ്റാതെ ഒരിക്കലും എനിക്ക് ജീവനിൽ പ്രവേശിക്കാൻ പറ്റില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:12, ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്, സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും. അവിടുത്തെ ശക്തിയെ പരീക്ഷിച്ചറിയുന്ന പോഷനാകരുത്, പോഷന്മാർ ശാസിക്കപ്പെടും. ജ്ഞാനം 1:3. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാൻ പഠിക്കാം. നമുക്ക് ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. നിരന്തരം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ആരോടും വൈരാഗ്യമില്ലാതെ എല്ലാവരോടും ക്ഷമിച്ച് സ്നേഹിച്ച് ദൈവത്തിൻ്റെ നിയമം പൂർത്തിയാക്കുന്ന സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ആത്മാർത്ഥതയോടെ ചെല്ലുന്നവരായി മാറാൻ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.